ഒരിക്കലും ഒരു എഴുത്തുകാരി ആവണമെന്ന് ആഗ്രഹിച്ചതേ ഇല്ല. എൻ്റെ ഒരു സ്വപ്നത്തിലും എഴുത്തുകാരി എന്നൊരു പദവിയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. എങ്ങനെയോ സാഹചര്യം കൊണ്ടങ്ങ് എഴുതി തുടങ്ങി എന്നുള്ളതാണ് സത്യം. അതും എൻ്റെ 40ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റർ എന്നുള്ള നിലയിൽ ഒരു എന്താ പറയുന്നത് പ്രസിദ്ധീകരിക്കപ്പെടുന്ന രീതിയിൽ പ്രസിദ്ധീകൃതമാവുന്ന ഒരു കവിത എഴുതുന്നത് 40ാമത്തെ വയസ്സിലാണ്. അവിടെ തുടങ്ങി പിന്നെ ഇങ്ങോട്ട് നിരന്തരം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത്രയും കാലം അത് എഴുതാതിരുന്നതിൻ്റെ ആവാം ഉണ്ടായിരുന്ന ഊർജ്ജം മുഴുവനും അല്ലെങ്കിൽ സമ്പാദിച്ചു വെച്ചിരുന്ന എല്ലാ മെറ്റീരിയൽസും അതെല്ലാം തന്നെ കവിതകളായിട്ട് നിരന്തരം കവിതകൾ എഴുതി. ഒരു വർഷത്തിനകം ഒരു പുസ്തകം ഇറങ്ങി. പിന്നെ തുടരെയായിട്ട് ഇപ്പോൾ ഏതാണ്ട് 10 കവിതാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കവിതയാണ് തുടങ്ങിയതെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത് കവിതയുടെ ആ ഫ്രെയിം പോരാതെ തോന്നിയപ്പോൾ കഥയിലേക്ക് കടന്നു. 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോഴും തോന്നി അത് എനിക്ക് പറയാനുള്ളത് മുഴുവനും ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ നമുക്ക് ചുറ്റിനും. മനുഷ്യജീവിതം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വരുമ്പോഴത്തേക്കും ഈ ഫ്രെയിം പോരാ എന്ന് തോന്നിയപ്പോഴാണ് കുറച്ചുകൂടെ വലിയ ഫ്രെയിമിലേക്ക് കയറി നോവലിലേക്ക് മാറിയത്. അങ്ങനെയാണ് ആദ്യമായിട്ട് നിഴലെഴുത്തുകൾ എന്നൊരു നോവലേറ്റ് എഴുതി. പിന്നെ അങ്ങോട്ട് 18 നോവലുകൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദിവാസികളുടെ ജീവിതവും സംസ്കാരവും എന്ന് പറയുന്ന പുസ്തകം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത്. അത് 1979-80കളിൽ ഞങ്ങൾ തേക്കടിയിലാണ് താമസിക്കുന്നത്. അന്ന് ഹസ്ബൻഡിന് അവിടെ ജോലിയാണ്. അപ്പോൾ ഞങ്ങൾ തേക്കടിയിൽ താമസിക്കുമ്പോൾ വൈകുന്നേരത്തെ സ്ഥിരം കാഴ്ചയെന്ന് പറയുന്നത് ഈ മന്നാൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ കാട്ടിൽ നിന്ന് വിറകുമായിട്ട് നാട്ടിലേക്ക് വരുന്നതാണ്. അവർ കാട്ടിൽ പോയി തേനും വിറകുമൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ വരിയായിട്ട് ആണും പെണ്ണും ഒക്കെ കൂടെ അവരുടേതായ തനത് വേഷത്തിൽ തോളിലൊരു റേഡിയോ ഒക്കെ തൂക്കി അതിലിങ്ങനെ എന്തെങ്കിലും സൗണ്ട് വരത്തേ ഉള്ളൂ. അതിനകത്ത് വേറെ വ്യക്തമായ ഭാഷയൊന്നും അറിയാത്ത രീതിയിൽ കുറേ ശബ്ദങ്ങൾ വരും. അതും തോളിൽ തൂക്കിയിട്ട് അവരിങ്ങനെ വരിയായിട്ട് തലയിൽ വിറകുമായി ടൗണിലേക്ക് വരും. ഒരു ചെറിയ പട്ടണമാണ് അന്ന്. കുമിളി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പട്ടണമാണ്. അതുമാത്രമല്ല, ഈ 100ക്ക് 100 എന്ന് പറയുന്ന മഴ, തോരാതെ പെയ്യുന്ന മഴയുടെ കാലമാണ്. എവിടെ നോക്കിയാലും മഴയും വെള്ളവും ചെളിയും അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ്. വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയായിരിക്കും. ആ ചെറിയ മഴയത്ത് പോലും അവർ നനഞ്ഞുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ ടൗണിലേക്ക് വരും. വിറക് ഏതെങ്കിലും കടയിലേക്ക് കൊടുക്കും. കിട്ടുന്ന കാശ് വാങ്ങിച്ചുകൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് കയറും. സിനിമ കണ്ടിറങ്ങി കുറച്ച് ഉണക്കമീനും അരിയോ എന്തെങ്കിലും വാങ്ങിയിട്ട് തിരിച്ച് രാത്രിയാകുമ്പോൾ കാട്ടിലേക്ക് പോകും. ഇതാണ് അവരുടെ പതിവ്. ഇതിൻ്റെ കൂടെ തന്നെ വളരെ കൗതുകമുള്ള മറ്റൊരു കാഴ്ചയോടുണ്ടായിരുന്നു. ഇവരുടെ ഒപ്പം തന്നെ വരുന്ന വേറെ 2 ബാച്ചുകളുണ്ട്. ഒന്ന് കാട്ടിലേക്ക് മേയാൻ വിടുന്ന കന്നുകാലികളാണ്. പോത്തുകൾ, എരുമയും എല്ലാം കൂടെ ഒരു വലിയ ജാഥയായിട്ട് അവരെ രാവിലെ അവിടെ ഒരു തോടുണ്ട്, തോട് കടത്തി അപ്പുറത്ത് വയലിലേക്ക് അങ്ങ് വിടും. ആ വയലും കടന്നാൽ പിന്നെ കാടാണ്. കാടിനകത്തേക്ക് പോകുന്ന ഈ കന്നുകാലികൾ മുഴുവനും വൈകുന്നേരം ആരും തെളിക്കാൻ പോകണ്ട. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 4 മണി 5 മണിയാകുമ്പോൾ ഇവരെല്ലാം വരിയായിട്ട് തിരിച്ചു വരും. അത് വരിയായിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറയുന്ന ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ ഒരു ചെറിയ വഴി, നടവഴി കഴിഞ്ഞാൽ പിന്നെ കാട്, അവിടെ അങ്ങനെയാണ്. അപ്പോൾ ഈ കന്നുകാലികളെല്ലാം വരിയായിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഈ പുല്ല് കൊണ്ടുണ്ടാക്കിയ ഒരുതരം പ്രത്യേകതരം മതിലുണ്ട്. നിറയെ വള്ളി പടർന്നിട്ട് പൂത്ത് കിടക്കും. അത് വേലി കെട്ടിയിരിക്കുന്നതാണ്. അതിനകത്ത് വന്ന് ഇതുങ്ങൾ മുതുക് ഇങ്ങനെ ഒരച്ചൊരച്ചാണ് പോകുന്നത്. ഇവർ ഈ കാട്ടിൽ നിന്ന് വരുമ്പോൾ ദേഹത്ത് പറ്റിയിരിക്കുന്ന പുല്ലൊക്കെ ഈ വേലിയിൽ ഒരച്ച് അവരുടെ ഇതൊക്കെ മാറ്റിയിട്ടാണ് നടന്നു പോകുന്നത്. അപ്പോൾ ആദ്യം ആദിവാസികൾ വന്ന് ടൗണിലേക്ക് പോകും. രണ്ടാമത് ഈ കന്നുകാലികൾ വരിയായിട്ട് വളരെ ചിട്ടയോടുകൂടി ഒരു റോഡിൻ്റെ ഓരം പറ്റി അവർ പോവും. ഇനി വരുന്നത് വിദേശികളാണ്. ഈ വിദേശികൾ പകൽ സമയത്ത് ഊരുകളിൽ പോവും. അന്ന് അവിടെയൊക്കെ കഞ്ചാവുണ്ട്. അവരവിടെ പോയി കഞ്ചാവൊക്കെ വാങ്ങിച്ച് കഴിച്ച് ആ പാടത്തൊക്കെ കിടന്നിട്ട് സന്ധ്യ ആവാറാകുമ്പോൾ ഈ തിരിച്ചു വരുന്നവരും വന്ന് ഞങ്ങളുടെ വേലിയിൽ വന്ന് ചാരി നിൽക്കും. കുറേ നേരം നടന്നു കഴിയുമ്പോൾ ഇവർ ചാരും. അവിടെ കുറേ നേരം ചാരി നിന്നിട്ട് പിന്നീടാണ് അവർ ടൗണിലേക്ക് പോകുന്നത്. അന്നവിടെ കുമളി പട്ടണത്തിൽ ഇത്രയും ഹോട്ടലുകളും ഒന്നുമില്ല. ആ കൂടെ കുറച്ച് കുഞ്ഞ് ചായക്കടകളും താമസ സൗകര്യമൊക്കെ വളരെ പരിമിതമാണ്. ഏതെങ്കിലുമൊക്കെ ഹോം സ്റ്റേ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഇവർ തേക്കടിയിൽ പോയി കഴിഞ്ഞാൽ
ഹോട്ടലുണ്ട്. മിക്കവാറും ഇവരെല്ലാം കുമളിയിൽ ചെറിയ ചെറിയ ഈ ഹോം സ്റ്റേകളിലും ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് കൂട്ടമായിട്ട് വന്ന് തങ്ങുന്നത്. അപ്പോൾ ഈ കാഴ്ചകളാണ് ഇവരിലേക്ക് ആദ്യം തന്നെ ആകർഷിക്കുന്നത്. അപ്പോൾ ഈ വൈകുന്നേരം ആകുമ്പോൾ ഇവർ വരിയായിട്ട് പോകുന്നു, രാത്രിയിൽ സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ച് കാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഇവരിങ്ങനെ എന്നും വരുന്നതും പോകുന്നതും വരെ ഞാൻ കാണും. വൈകുന്നേരത്തെ കാഴ്ച ഇതാണ്. എന്നുവെച്ചാൽ വേറെ ജോലിയൊന്നുമില്ല. അന്ന് പഠിക്കുന്ന ബി.എഡിന് പഠിച്ചുകൊണ്ടിരിക്കുക, ജോലിയായിട്ടില്ല. മോള് കുഞ്ഞാണ്. കുഞ്ഞായതുകൊണ്ട് തന്നെ അവിടെ നിർത്താതെ, ഭയങ്കര തണുപ്പാണ്, നിർത്താതെ അവൾ വീട്ടിൽ അമ്മ അവൾ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അദ്ദേഹം പോയി കഴിഞ്ഞാൽ രാത്രിയാവും വരാൻ. അപ്പോൾ എൻ്റെ വിനോദം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കൗതുകങ്ങളായിട്ട് ഇതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുക. തൊട്ടടുത്ത് കാടാണ്, ടൈഗർ റിസർവ് വനമാണ്. അവിടെ കണ്ടമാനം പാമ്പുകളും അതും ഇതുമൊക്കെ അതും ഒക്കെ ഇങ്ങനെ വന്നു പോകുന്ന ഈ കാഴ്ചകൾ കണ്ടിങ്ങനെ നിൽക്കലായിരുന്നു അന്നത്തെ പണി. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമെങ്കിലും കഴിഞ്ഞ് കാണും, ജോലിയൊക്കെ ആയി, മക്കളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ മകൻ എൻജിനീയറിങ് പഠിക്കുന്ന സമയത്താണ് ഒരിക്കലും ഒരു അവധിക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും തേക്കടി പോയി. തേക്കടിയിൽ ചെന്നപ്പോഴത്തേക്ക് അപ്പോഴാണ് ഓർക്കുന്നത് ഇങ്ങനെ ഒരു കൂട്ടർ പണ്ട് വരുമായിരുന്നു. അപ്പോൾ അവരുടെ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവരെ ഒന്ന് അന്വേഷിച്ച് പോകാം. അപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവരുടെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇപ്പോൾ കാടിനുള്ളിലല്ല, കാടിന് പുറത്ത് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. അവിടെ അവരുടെ അനുവാദം വാങ്ങിച്ചാൽ കയറി കാണാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ചെന്നു. അപ്പോൾ അവരുടെ ഒരു ചെറിയ ഓഫീസൊക്കെ വെളിയിൽ ഒരു ചെറിയ ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു പയ്യൻ എൻ്റെ ചാർജുള്ള ആളുണ്ട്, അവനോട് സംസാരിച്ചു. അപ്പോൾ ഇവരെ കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പം ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിരുന്നു ആ സമയത്ത്. അപ്പോൾ ടീച്ചറാണ്, അപ്പം പുസ്തകമൊക്കെ എഴുതുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇവരെക്കുറിച്ച് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹമുണ്ട്, കാണണം എന്നുണ്ട്, പണ്ട് കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളെ കൊണ്ടുപോയി അവരുടെ സെറ്റിൽമെൻറ്റിനകത്ത്. അതൊന്ന് 450ഓളം വീടുകളാണ് അവിടെ, ചെറിയ ചെറിയ വീടുകൾ, ഒരൊറ്റ കോമ്പൗണ്ടിനകത്താണ്. അപ്പോൾ അതിങ്ങനെ അവർക്ക് ചെറിയ ചെറിയ വീടുകൾ, ഒറ്റമുറി വീടുകൾ, പഞ്ചായത്തിൽ നിന്ന് സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ടാക്കിയ വീടുകളാണ്. എല്ലാവർക്കും 50 സെൻറ്റ് വീതമൊക്കെ സ്ഥലമുണ്ട്. കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്, മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മിക്കവാറും വീടുകളിലൂടെ എല്ലാം കയറി ഇറങ്ങി നടന്നപ്പോൾ എന്നെ ആകർഷിച്ച ചില കാര്യങ്ങൾ, അവരുമായിട്ട് ഒരുപാട് സമയം സംസാരിച്ചു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ അവരുടെ ചടങ്ങുകളെക്കുറിച്ചും ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ അവർ സംസാരിച്ചു. അപ്പോൾ അവരുടെ അകത്തവർ, അതായത് ഒരു ഊരിനുള്ളിൽ അവരുടെ ഭാഷയെ സംസാരിക്കുന്നു, ഊര് ഭാഷ സംസാരിക്കും, പുറത്തുള്ളവരോട് മലയാളം സംസാരിക്കും. അപ്പോൾ എല്ലാം സ്ഥലങ്ങളെല്ലാം കണ്ട്, അവരുടെ വീടുകളൊക്കെ കണ്ട്, അവരുടെ രീതികളെല്ലാം, ആചാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കുറേ സമയം എടുത്തു. ഒരു പകലിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ ഇറങ്ങുമ്പോൾ ചെറിയ കുട്ടികൾ അവിടെ ഒരു ഗ്രൗണ്ട് പോലൊരു സ്ഥലമുണ്ട്, ഓപ്പൺ എയർ, അവിടെ നിന്ന് കളിക്കുന്നു. അപ്പോൾ ഇവർ നല്ല മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, കുട്ടികളൊക്കെ നല്ല മലയാളമാണല്ലോ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയ്യൻ എന്നോട് പറഞ്ഞു, അത് മാഡം ഞങ്ങളുടെ ഭാഷയൊക്കെ മാറിപ്പോയി, ഞങ്ങളുടെ ഭാഷയൊക്കെ മാറി, പുതിയ കുട്ടികൾക്ക് നമ്മുടെ ഭാഷ അറിഞ്ഞുകൂടാ, പഴയ ആളുകൾക്കേ നമ്മുടെ ഭാഷ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് എനിക്കത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു വെച്ചാൽ, ഒരു ഭാഷ ഇല്ലാതെയാവുക എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരം ഇല്ലാതെയാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു ജനവിഭാഗത്തിൻ്റെ ഭാഷ, അവർ തനത് ഭാഷ, അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ അന്യമാവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുമ്പോൾ അവരുടെ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നതിൻ്റെ ഒപ്പം അവരുടെ സംസ്കാരം അതുവരെ അവർ പാലിച്ചു പോകുന്ന പലതും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനമാണ് ഇത് കുറച്ചെങ്കിലും സംരക്ഷിക്കാൻ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കരുതി വെക്കണം എന്നൊരു തീരുമാനം അവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ DPIയിൽ പോയിട്ട് ഹാഷിം സാറിനെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു താല്പര്യമുണ്ട് എനിക്ക്, അവരെക്കുറിച്ചൊന്ന് ഒരു വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അപ്പോൾ പെർമിഷൻ വേണം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, CCFനെ ഞാൻ വിളിച്ച് പറയാം, ശാന്തങ്ങ് പോയാൽ മതി. പിന്നെ CCFനെ ചെന്ന് കണ്ടു. അവിടെയൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടുകൾ അറിയുന്നത്. കാരണം CCF എന്ന് പറയുന്ന ഫോറസ്റ്റിനും ഉണ്ട്, വൈൽഡ് ലൈഫിനും ഉണ്ട്. അപ്പോൾ ഇതിൽ ആരുടെ പെർമിഷൻ വാങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ അവസാനം അവർ തന്നെ ഒരു തീരുമാനത്തിലെത്തി, രണ്ടും ഇരിക്കട്ടെ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ തന്നെ പറഞ്ഞു രണ്ടും ഇരിക്കട്ടെ, എല്ലായിടത്തും പോകാനുള്ള പെർമിഷൻ. അപ്പോൾ ഈ വന്യജീവികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, വൈൽഡ് ലൈഫ് അങ്ങനെയുള്ള സാങ്ച്വറികളിൽ നമുക്ക് പ്രവേശനം സാധാരണ കിട്ടാറില്ല. അതുകൊണ്ട് അവരുടെ പെർമിഷനോടുകൂടി, അതായത് എല്ലാ റേഞ്ച് ഓഫീസുകളിലും പേപ്പറെത്തി, ഇങ്ങനെ ഒരു ആൾ വരും, ഇതിനെക്കുറിച്ച് പഠിക്കാനാണ്, അപ്പോൾ എല്ലായിടത്തും പ്രവേശനം അനുവദിക്കണം, വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് CCF അവിടെ നിന്ന് തന്നെ, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ പേപ്പർ എല്ലായിടത്തേക്കും അവരുടെ മെസ്സേജ് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്കുണ്ടായ ഗുണമെന്ന് പറയുന്നത്, ഏത് ഫോറസ്റ്റ് ഓഫീസിൽ ചെന്നാലും നമ്മുടെ പേപ്പർ അവിടെ ഉണ്ടാവും.
അപ്പോൾ എനിക്ക് എളുപ്പമായി. കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അവർ തന്നെ അവരുടെ ഭാഗത്തേ ഉള്ളൂ ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം. ഈ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്ന ഇത്രയേറെ വിഭാഗങ്ങളുണ്ടെന്നും ഇവർ എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല. ഈ നമ്മുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അന്ന് ഞാൻ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഡയറക്ടർ എന്നോട് പറഞ്ഞത്, ടീച്ചറിന് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ, ടീച്ചറിനെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഇത് എവിടെയാണെന്നൊന്നും കൃത്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ, അത് കാടിനുള്ളിലാണ്, അതൊക്കെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കൊള്ളാം, അപ്പോൾ എവിടെയുണ്ട് എന്നുള്ളത് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ കയ്യിൽ യാതൊരു രേഖയില്ല. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളതിന് യാതൊരു തെളിവും അന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊരു ഡയറക്ടറി തരാം, അത് ഏതൊക്കെയോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം, അതുപോലും മൊത്തം അച്ചടിപ്പശകോട് കൂടി ഒരു ഡയറക്ടറിയാണ് തന്നെ. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. പിന്നെ എനിക്ക് കിട്ടിയ ഗുണമെന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ഓഫീസുകളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള റേഞ്ച് ഓഫീസേഴ്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും ഏതെല്ലാം ഭാഗങ്ങളിൽ ഇവർ താമസമുണ്ട്, ഏതൊക്കെ വിഭാഗക്കാരാണ് താമസിക്കുന്നത്, ഏതൊക്കെ സമുദായമാണ് താമസിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശദീകരണം അവരാണ് തന്നത്. മാത്രമല്ല അവരെ ഓഫീസിൽ നിന്ന് ഒരാളെ, ഒരു ഗാർഡോ അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് ഓഫീസറോ ആരെങ്കിലും ഒരാൾ ഈ യാത്രയിൽ ഞങ്ങളുടെ ഒപ്പം വരും. അവർ വന്നിട്ട് ആദ്യം പോയി ആദിവാസികളുടെ അടുത്ത് സംസാരിക്കും, ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വയ്ക്കും, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാണ് പഠിക്കാനാണ് എന്നൊക്കെ പറയും. ആദ്യം അവർ തർക്കിക്കും, സമ്മതിക്കില്ല. വീണ്ടും അവർ ഒരുപാട് സമയം സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ കഥ അടയ്ക്കും. ഉള്ള കഥ അവർ അടച്ചിട്ട് അകത്തിരിക്കത്തേ ഉള്ളൂ, നമ്മളോട് മിണ്ടത്തില്ല. അപ്പോൾ ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ ഇട്ടതിന് ശേഷം ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ പിന്നെ അടുത്ത് വരും, കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. അങ്ങനെ സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ, അവർ പറഞ്ഞു തന്ന കഥകളും അവരുടെ ഉൽപ്പത്തി ചരിത്രവും എല്ലാ വിവരങ്ങളും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനായിട്ട് കളക്ട് ചെയ്താണ് ആ പുസ്തകം ചെയ്യുന്നത്. 3 വർഷം കേരളത്തിലെ കാടുകളിൽ അങ്ങോളം ഇങ്ങോളം, അതായത് അമ്പൂരി മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള മുഴുവൻ കാടുകളിലും ഞങ്ങൾ സഞ്ചരിച്ചു. ഞാനും ഹസ്ബൻഡും ഏതെങ്കിലും ഒരു ഫാമിലിയെ കൂടെ ഞങ്ങൾ കൂട്ടിനുകൊണ്ടുപോകും, രണ്ടുപേരും മാത്രം പോകാതെ. അപ്പോൾ ആ ഫാമിലിയും പിന്നെ ഈ ഫോറസ്റ്റുകാരുടെ ആരെങ്കിലും ഒരാൾ കൂടെ കാണും. ഞങ്ങൾ ഇത്രയും പേര് ഒരു ഓഫ് റോഡാണല്ലോ, കംപ്ലീറ്റ് കാടിനകത്തല്ലേ, ജീപ്പ് 4 വീൽ ജീപ്പൊക്കെ ഹയർ ചെയ്ത് ഇത് മുഴുവൻ സ്ഥലത്തും പോയി കാടിൻ്റെ ഉള്ളിലൊക്കെ പോയി നടന്നും മല കയറിയും 3 വർഷം കൊണ്ടാണ് ഈ പഠനം പൂർത്തിയാക്കിയത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നതും എൻ്റെ ഉള്ളിലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു റിബൽ ഉണ്ടായതും അപ്പോഴാണ്. ഞാൻ ഓരോ യാത്രയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ 10-15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഞാൻ നേരെ ട്രൈബൽ ഓഫീസിൽ പോകും, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ പോകും, ഡയറക്ടറെ കാണും, അവിടെയുള്ള ആളുകളെ കാണും, പല പത്രക്കാരെയും പോയി കണ്ടു. അപ്പോൾ ഈ ചെല്ലുന്നിടത്തെങ്ങും പത്രം അവർ കണ്ടിട്ടില്ല. പുറം ലോകത്തെക്കുറിച്ച് യാതൊരു ധാരണയും അവർക്കില്ല. 10ാം ക്ലാസ്സും 12ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച അപൂർവം ചില കുട്ടികളുണ്ട്, പക്ഷേ അവർക്ക് ജോലിക്ക് അപേക്ഷിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ഒരു കാര്യവും അവർക്ക് അറിഞ്ഞുകൂടാ. കൂടുതലൊന്നും പറയണ്ട, എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ എണ്ണം അറിഞ്ഞുകൂടാ. ഉണ്ട് എന്ന് പറയും, മക്കളെ പേര് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അവർക്ക് ആകെ പരിചയമുള്ള 3-4 പേരുകൾ കാണും. അമ്മയും അമ്മുമ്മയും അമ്മായിയമ്മയും മരുമകളും കുഞ്ഞുമോളും ഇതെല്ലാം ഒരു പേരിൽ തന്നെ ആയിരിക്കും. അത്ര വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇവരെ ഞാൻ പോയി കാണുന്നത്. ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവർക്കില്ല. എഴുത്തും വായന എന്ന് പറയുന്നത് പോയിട്ട് അവർക്ക് നേരെ സംസാരിക്കാൻ അറിയത്തില്ല. സംഭാഷണം അവർക്ക് കുറവാണ്. കാരണം അവർക്ക് ലോകകാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ, ആരുടെയും സുഖവിവരങ്ങൾ അന്വേഷിക്കേണ്ട, കുശല പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുക, മുറ്റത്ത് കുത്തിയിരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ ആ ഇരിപ്പിരിക്കും. ഒരു പകൽ മൊത്തം വേണമെങ്കിൽ അവരവിടെ ഇരിക്കും, അവർക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ കുറേ പേര് കൂടി ചേർന്ന് കാട്ടിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ അവരുടെ കൂടെ പിള്ളേരും പെണ്ണുങ്ങളും ഒക്കെ കൂടെ കാണും, ചിലപ്പോൾ പട്ടികൾ കൂടെ കാണും, പട്ടികളെ അവർ കൂടെ കൊണ്ട് നടക്കും. അപ്പോൾ വലിയ മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പട്ടികൾ കുറച്ച് ബഹളം ഉണ്ടാക്കും. അങ്ങനെ പട്ടികളെയും കൊണ്ട് ഇവർ പോകുന്നു, 3-4 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. ഈ കിട്ടുന്ന സാധനം ഇവർക്ക് വനം വകുപ്പ് തന്നെ ഏർപ്പാട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ചില കടകളുണ്ട്, ഒരു ഏജൻസിലുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഇത് കൊടുക്കും. 70കൾ വരെ, 1970 വരെയും ഇത് മാറ്റക്കടകളിൽ കൊടുക്കാമായിരുന്നു. മാറ്റക്കടയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇത് സാധനം കൊണ്ട് കൊടുക്കുക, പകരം അരിയോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോരുക. അതിന് തൊട്ട് മുമ്പ് വരെയും ഈ നാട്ടിൽ നിന്ന് കുറച്ച് ചില കച്ചവടക്കാരുണ്ട്, നമ്മൾ ഈ
ഒരു പ്രത്യേക ഒരു പേര് പറയും, കുറേ പേര് പറയുന്നത് മാപ്പിളാരൂരെന്നാണ് പറയുന്നത് ഈ കച്ചവടക്കാരെ. അവർ വലിയ കൊട്ടയ്ക്കകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ചെല്ലും. ഇവരെ ഇരിക്കുന്ന ഈ സാധനമെല്ലാം അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ കിട്ടണത് വാങ്ങും. അങ്ങനെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഭാഷയില്ല, സംഭാഷണം ഒന്നുമില്ല, എണ്ണം അറിഞ്ഞുകൂടാ, അക്കം അറിഞ്ഞുകൂടാ, കണക്കറിഞ്ഞുകൂടാ. അവർ പുറം ലോകത്ത് എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മനുഷ്യരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള അറിഞ്ഞുകൂടാ. പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കാടിനുള്ളിൽ അങ്ങനെ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. പക്ഷേ ഇപ്പോൾ പലയിടത്തേക്കും വഴിയുണ്ട് പോകാൻ. അവർക്ക് പുറം ലോകമായിട്ട് ബന്ധമുണ്ട്. സ്കൂളുകളായി, കുട്ടികളെയൊക്കെ സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ റേഷൻ കിട്ടുന്നുണ്ട്. അന്ന് റേഷനൊന്നും ഇവർക്ക് കിട്ടാതെ, കാരണം ഇവർക്ക് റേഷൻ കാർഡൊന്നുമില്ല അക്കാലത്തൊന്നും, പണ്ടൊന്നും. അപ്പോൾ ഇവർ റേഷൻ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് അസുഖം വന്നു തുടങ്ങിയത്. അവർ പറയുന്നത് റേഷനിൽ ഈ സർക്കാർ തരുന്ന അരിശി അത് നിറയെ കറുപ്പ് ഇരിക്കുക. ഈ കറുപ്പ് സാപ്പിട്ട സോക്കട് വരും എന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷം മുമ്പുള്ള റേഷൻ അരിയിൽ ഒരുതരം കറുത്ത അരി കാണും. ഒരുപാട് നാറ്റമുള്ള അരി ഉണ്ടായിരുന്നു. ഈ അരിയാണ് ഇവർക്ക് കൊടുക്കുന്നത്. അവർക്കല്ല, എല്ലാവർക്കും. ഇത് കഴിക്കുമ്പോൾ ഇവർക്ക് വയറിന് അസുഖം വരും എന്നാണ് അവർ പറയുന്നത്. ഇത് കഴിക്കുമ്പോൾ അസുഖം വരും. അപ്പോൾ അവർ ആശുപത്രിയിൽ പോവും. ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ തൂശി പോട്ടൂല, തൂശി പോട്ടാൻ സൂക്കേട് മാറും എന്നാണ് പറയുന്നത്. അത് മാത്രം തരും. മാത്ര സാപ്പിട്ടാൽ സൂക്കേട് പോവില്ല, അങ്ങനെ അവർ പറയുന്നത്. അപ്പോൾ ഗുളിക മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് മാത്രമല്ല, 2 രൂപ അവിടെ കൊടുക്കണം ഷീട്ട് എഴുതാൻ. അപ്പോൾ ഈ ഒന്നുമില്ലാത്ത ആദിവാസികൾ അവിടെ ചെല്ലുമ്പോൾ, സർക്കാർ ആശുപത്രി ചെല്ലുമ്പോഴത്തേക്കും 2 രൂപ കൊടുത്ത് ചീട്ട് എഴുതിച്ചിട്ട് വേണം ഡോക്ടറെ കാണാൻ. എന്നിട്ട് അവർക്ക് കിട്ടുന്നത് ഗുളിക കൊടുക്കുന്നു. അതവരുടെ അറിവുകേട് കൊണ്ട് ഗുളിക കഴിച്ചാൽ മാറില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും മോശമായ ഒരവസ്ഥയിൽ, അത് മാത്രമല്ല, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് അവരവിടെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അത് അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല, കാരണം അവർക്കത് വഴക്കമാണ്, തലമുറയായിട്ട് കൈമാറി അത് ശീലിച്ചു വന്നതാണ്. നമുക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത ഞെട്ടലാവും. അപ്പം മന്നാൻ സമുദായം തന്നെ അവിടെ ഇടമലക്കുടി, അതായത് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി എന്ന് പറയുന്നതാണ് ഏറ്റവും റിമോട്ടായിട്ടുള്ള. ഇപ്പോൾ കുറച്ചൊക്കെ ദൂരം വണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് 28 കിലോമീറ്റർ വന്നിട്ട് നടക്കണം ഒരു വേ എത്താനായിട്ട്. പോകുന്നതിനകത്ത് ഏതാണ്ട് കുറച്ച് ദൂരം ജീപ്പ് പോകും. ബാക്കി മുഴുവൻ ഉൾക്കാടിനകത്തൂടെയാണ് നടന്നു പോകേണ്ടത്. അതിനകത്ത് ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് വന്നത് അവിടെയാണ്. ഒരുപാട് ഇവരുണ്ട്, ഊരുകളും ഒരുപാട് ആളും ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ താമസിക്കുന്ന മന്നാൻ സമുദായത്തിൽ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ സ്ത്രീകൾ അവിടെയും അതോടൊപ്പം തന്നെ ഇളംപ്ലാശ്ശേരിയിലും അവർ പറഞ്ഞത്, പെൺകുട്ടികൾ ഒരു 12, 14, 15 വയസ്സിനാകുമ്പോൾ ആരുടെയെങ്കിലും കൂടെ പോവും. ഒരു ചാടിച്ചു പോകണം എന്നാണ് പറയുന്നത്. ചാടിപ്പോവുക അല്ലെങ്കിൽ ചാടിച്ചുകൊണ്ട് പോകുക എന്ന് പറയും. അല്ലാതെ ഈ നേരായ മാർഗ്ഗത്തിലുള്ള കല്യാണം വളരെ കുറവാണ്. ഈ ചാടിച്ചുകൊണ്ട് പോകുന്ന 15, 16 വയസ്സുള്ള കൊച്ചുങ്ങൾ പ്രസവിക്കും. ആ പ്രസവിക്കുന്ന സമയത്ത് ഇവർ ഒറ്റയ്ക്കാണ്. ചാടിച്ച് കാടിലെവിടെയെങ്കിലും പോയി 2-3 ദിവസം ഒളിച്ചിരിക്കും. അത് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. ഒരു കുടിൽ കെട്ടുന്നു, അവരൊരുമിച്ച് താമസിക്കുന്നു 2 പേരും കൂടെ. അവർ ആ പെങ്കൊച്ച് ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രസവിക്കുമ്പോൾ ആരും സഹായത്തിനില്ല. അതിനകത്ത് ആ പെൺകുട്ടിക്ക് താമസിക്കാനായിട്ടൊരു കൊച്ചു കുടിലുണ്ടാക്കും. ആ പച്ചക്കുടിലിനകത്താണ് ഈ പെണ്ണ് പ്രസവിക്കേണ്ടത്. ആ പ്രസവിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് അങ്ങനെയാണ്, 2 കല്ല് വയ്ക്കും, അടുപ്പ് കല്ല് പോലെ 2 കല്ല് വെച്ചിട്ട് താഴത്തെ ആ താഴ്ന്ന ഭാഗത്ത് ആ കല്ലിലിരുന്നുകൊണ്ട് പ്രസവിക്കുകയാണ്. ആ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എടുക്കുന്നതും അതിൻ്റെ പൊക്കിൾ മുറിക്കുന്നതും ഈ പെങ്കൊച്ച് തന്നെയായിരിക്കും. പ്രസവിച്ചു എന്നറിയുമ്പോഴത്തേക്കും പുറത്ത് നിന്നിട്ട് അതിൻ്റെ അമ്മയോ ആരെങ്കിലും ഒരു സ്ത്രീ ഈ വേയുണ്ടല്ലോ, വേയുടെ തണ്ട് കീറി ഇട്ട് കൊടുക്കും അകത്തേക്ക്, കത്തിക്ക് പകരം ഇത് മുറിക്കാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ. എന്നിട്ട് ഒരു കുടം വെള്ളം വെളിയിൽ കൊണ്ടുവച്ച് കൊടുക്കും. അത് ഈ കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പെൺകുട്ടി ഒറ്റയ്ക്ക് ആ കുടിലിനകത്ത് പ്രസവിച്ച് ഇതെല്ലാം സ്വയം ചെയ്ത് അതിനകത്ത് കിടക്കണം. ആഹാരം അവരുണ്ടാക്കി കൊടുക്കില്ല. ചിലപ്പോൾ അരിയോ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും, അല്ലെങ്കിൽ അവർ ഈ കാട്ടിൽ ഇതൊക്കെ കൊണ്ട് കൊടുക്കും. അത് തനിയെ വേവിച്ച് കഴിച്ചോണം. അത്തരത്തിൽ വളരെ മോശമായ, എന്നുവെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഭീകരമായ ഒരവസ്ഥ എന്ന് വേണം പറയാൻ. ആ രീതിയിലായിരുന്നു അവിടുത്തെ ഈ പ്രസവവും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതിലൊരു പെൺകുട്ടി മെച്ചുറാവുന്നത്, വയസ്സറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ആഘോഷം അതാണ്. അതൊരു വിളംബരമാണ്. അപ്പോൾ ഒരു പെൺകുട്ടി വയസ്സറിയിച്ചാൽ അത് അവരുടെ മുഴുവൻ ഏരിയയിലും അറിയിക്കും. എന്ന് പറഞ്ഞാൽ അവൾ കല്യാണത്തിന് പ്രാപ്തയായി എന്നുള്ളതാണ്.
ആ വയസ്സറിയിച്ച് കല്യാണം, തീണ്ടാരി കല്യാണം എന്നൊക്കെ അവർ പറയും. ആ കല്യാണം അവർ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടും. കുറേ ദിവസത്തെ കാത്തിരിപ്പ് വേണം ചിലപ്പം. അപ്പോഴും ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വീടിന് പുറത്തൊരു കൊച്ചു കുടിൽ പോലെ ഉണ്ടാക്കി അതിനകത്ത് ഇരുത്തേക്കും. അതിനകത്ത് വേറെ ആരും കയറില്ല. ചിലപ്പോൾ ആന വരും, മൃഗങ്ങളൊക്കെ വരും. പക്ഷേ ഈ കുടിലിനകത്തായിരിക്കും ഈ കുട്ടി ഒറ്റയ്ക്കിരിക്കുന്നത്. രാത്രിയിൽ മാത്രം ഇതിനെ പുറത്തേക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി രാത്രിയിലോ വെളുപ്പാങ്കാലത്തോ ഈ വെളിച്ചം വീഴുന്നതിന് മുമ്പ് കൊണ്ടുപോകും. ആ സമയത്തൊരു കത്തി കയ്യിൽ കൊടുത്തേക്കും, പിശാചുക്കളൊന്നും എടുക്കാതിരിക്കാൻ. അത് മാത്രമല്ല, ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തിരണ്ട് കല്യാണം കഴിയാതെ ഈ കുട്ടിക്ക് പുറത്തു വരാൻ പറ്റില്ല. അപ്പോൾ ഒരു തിരണ്ട് കല്യാണം നടത്തണമെങ്കിൽ 300 രൂപ വേണം എന്നാണ് അവർ പറയുന്നത്. ഈ 300 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ദിവസം ജോലിക്ക് പോകേണ്ടി വരും. അപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലാണോ ഈ 300 രൂപ അല്ലെങ്കിൽ 250 രൂപ അല്ലെങ്കിൽ 500 രൂപ കൈവശം ഉണ്ടാവുന്നത്, അത്രയും നാൾ ഈ പെൺകുട്ടി ഇതിനകത്തിരിക്കണം. ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 2 മാസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിനുള്ള കാശുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ബന്ധുക്കൾക്കെല്ലാം ആഹാരം കൊടുക്കണം, അതൊരു ചടങ്ങാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഒത്തു വരുന്നതുവരെ ഈ കുട്ടി ഈ പച്ചക്കുടിലിനകത്തിരിക്കും. ഈ പച്ചക്കുടിൽ കെട്ടേണ്ടത് മുറച്ചെറുക്കനും അമ്മാവനും ഒക്കെയാണ് ഇത് കെട്ടിക്കൊടുക്കേണ്ടത്. അതിനകത്തൊക്കെ ഒരുപാട് ചടങ്ങുകളുണ്ട്. അവരുടെ ആ ചടങ്ങുകളെല്ലാം വളരെ വ്യക്തമായിട്ട് അവരിപ്പോഴും പാലിക്കുന്നുണ്ട്. പക്ഷേ കല്യാണത്തിൻ്റെ കാര്യത്തിൽ അവർ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഈ ചാടിച്ചു പോക്ക് കുറവാണ്. അവർ മറ്റുള്ളവരെ പോലെ കല്യാണം കഴിക്കാനും മൂപ്പൻ്റെ അടുത്ത് പോയി അനുവാദം വാങ്ങിച്ച് അങ്ങനെ കല്യാണമായിട്ടൊക്കെ കൊണ്ടുപോകാനും, പിന്നെ അവർക്കുള്ള പരിയപ്പണം എന്നൊരു സംവിധാനമുണ്ട്. അതായത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മാവന്മാർക്കും കാശ് കൊടുക്കണം ചെറുക്കൻ. അപ്പോൾ ചെറുക്കൻ കാശ് കൊടുത്ത് പരിയപ്പണം കൊടുത്ത്, അതായത് അറബികളൊക്കെ ചെയ്യുന്ന പോലെ പെൺപണം കൊടുത്ത് കിട്ടുന്ന ആ ഒരു രീതി അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ ചില സമുദായങ്ങൾ മാത്രം കുറച്ച് പൈസയൊക്കെ അങ്ങോട്ട് കൊടുക്കുകയും, സ്ത്രീധനം എന്നല്ല, അവർക്ക് കൃഷിക്ക് ഉള്ള ഈ മൺവെട്ടിയും അങ്ങനെയുള്ള വെട്ടുകത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വട്ടിയും കുട്ടയൊക്കെ കൊടുക്കുക. വിവാഹമൊക്കെ വളരെ വിചിത്രമാണ്. അവരുടെ പല സമുദായങ്ങളുടെയും കൂട്ടത്തിൽ അവരുടെ വിവാഹ ചടങ്ങുകളും വിവാഹത്തിന് മുമ്പുള്ള അവരുടെ മുന്നൊരുക്കങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തവും, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പൊതുസമൂഹം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകൾ. അതുപോലെ പ്രേതങ്ങളെ ഏറ്റവും കൂടുതൽ ഭയമാണ് അവർക്ക്. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. അവിടെ പാലക്കാട് ജില്ലയിൽ ഡിവിഷനിൽ തന്നെയുള്ള ഒരിടത്ത് മലമത്സരം എന്ന് പറഞ്ഞൊരു ജാതിയുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. വളരെ എണ്ണം കുറവാണ്, 10-50 പേരേ ഉള്ളൂ മൊത്തമായിട്ട്. അപ്പോൾ ഇവർ ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, മരിച്ചവരെ അവർക്ക് ഭയങ്കര പേടിയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആളിൻ്റെ ജഡം ഏതെങ്കിലും ഒരു പാറക്കെട്ടിനകത്തേക്ക് കുത്തി തിരികെ കയറ്റി വെച്ചിട്ട് ആ കുടിലും കത്തിച്ച് കളഞ്ഞിട്ട് ആ കാട് വിട്ട് വേറൊരു കാട്ടിലേക്ക് അങ്ങ് പോകും. അതാണ് അവരുടെ പതിവ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരിടത്തും സ്ഥിരമായിട്ട് താമസിക്കാതെ ഓടി ഓരോ കാടുകൾ മാറി മാറി പോയി അങ്ങനെയാണ് അവസാനം ഒരു പറമ്പിക്കുളത്ത് വന്നപ്പോഴത്തേക്കും അവിടുത്തെ ഡാം പണിയുന്ന സമയത്ത് പഞ്ചായത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൂടെ ചേർന്ന് അവരെ എല്ലാവരെയും കൂടെ അവിടെ വീട് കെട്ടി, ഒരു 10-20 വീടുണ്ടെന്ന് തോന്നുന്നു, ചെറിയ വീടുകൾ കെട്ടിയിട്ട് ആ ഡാമിൻ്റെ അടുത്ത് തന്നെ ഇവരെ അവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പം ഇവരുടെ എല്ലാ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെയും ചടങ്ങുകളെന്ന് പറയുന്നത് ഏതാണ്ട് സമാനതകളുള്ളതാണ്. എല്ലാവർക്കും പ്രേതത്തെ പേടിയാണ്. എല്ലാവർക്കും ഈ പറയുന്ന വയസ്സറിയിച്ച് കല്യാണം വലിയ ആഘോഷമാണ്. പ്രസവം എല്ലാവർക്കും ഭയങ്കരമായ വാലായ്മയാണ്. എല്ലാവരും വേറെ പെരയിലേ കിടത്തുള്ളൂ. ചെറിയ കുടില് കെട്ടി മാറ്റിക്കിടത്തും. അങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ ഇവർക്ക് പൊതുവായിട്ട് ഉണ്ടെങ്കിലും ഓരോ സമുദായവും ഓരോ ഗോത്രത്തിനും അവരുടേതായ ചില സവിശേഷതകൾ, വ്യത്യാസങ്ങൾ വേറെ ഉണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇതായിട്ട് തോന്നിയത് നമ്മുടെ കുറിച്യർ സമുദായമുണ്ട്, വയനാട്ടിലെ കുറിച്യർ. ഈ കുറിച്യരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പെണ്ണിനെ അവർ ചെറുക്കൻ പെണ്ണിനെ കണ്ടിട്ടല്ല കല്യാണം കഴിക്കുന്നത്. കാർന്നവർ പോയിട്ട്, മൂപ്പൻ പോയിട്ട് അല്ലെങ്കിൽ കാർന്നവർ പോയിട്ട് എവിടെയെങ്കിലും ഒരു പെണ്ണിനെ ചെന്ന് കാണുന്നു. അതിപ്പോൾ ഒന്ന് കെട്ടിയതായാലും പെറ്റതായാലും കുഴപ്പമൊന്നുമില്ല. ഒരു പെണ്ണിനെ കാണുന്നു, ഇത് ചെറുക്കന് വേണം എന്ന് പറയുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നു. ചെറുക്കൻ്റെ അമ്മയും പെങ്ങളും 1-2 പെണ്ണുങ്ങളും കൂടെ പോയിട്ട് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. വിളിച്ചുകൊണ്ട് വന്ന് 3 ദിവസം കഴിഞ്ഞാലേ ചെറുക്കനെ കാണൂ. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ചെറുക്കനും പെണ്ണും തമ്മിൽ കാണുന്നത്. അതുവരെ വേറെ ആയിരിക്കും. ഈ കൊണ്ടുവരുന്ന പെണ്ണിൻ്റെ കെട്ടിയവൻ, ഭർത്താവെന്ന് പറയുന്നവൻ ഏതെങ്കിലും കാരണവശാൽ മരിച്ചു പോയാൽ അന്ന് തന്നെ ഈ പെണ്ണിനെ തിരിച്ചുകൊണ്ടാക്കും. കാർന്നവർ മൂപ്പരും ഒക്കെ കൂടെ ചേർന്നിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ തിരിച്ചുകൊണ്ടാക്കും.
ആ തിരിച്ചു കൊണ്ടാക്കുമ്പോൾ ഒരു വെള്ളി കിണ്ടി കൊടുക്കും. പിന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഈ എന്താണ് അരിവാൾ, വെട്ടുകത്തി, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളും പാത്രങ്ങളും ഇതെല്ലാമായിട്ട് പെണ്ണിനെ അന്ന് തന്നെ തിരിച്ച് അവളെ വീട്ടിൽ കൊണ്ടുവിടും. അതിനവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മൂപ്പം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ആ പെണ്ണൊരിക്കലും വിഷമിക്കാനിട വരരുത്, ഭർത്താവില്ലാതെ വിഷമിക്കാനിട വരും. അവളെ ഉടനെ തന്നെ അവർ വേറെ ഏതെങ്കിലും ഒരാളിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പോൾ അതിൽ മക്കളുണ്ടെങ്കിൽ മൂത്ത ആൺകുട്ടിയെ അച്ഛൻ്റെ വീട്ടുകാരെടുക്കും. ആ കുട്ടിയായിരിക്കും അവരുടെ ഈ തറവാട്ടിലെ കണക്കുകളൊക്കെ നോക്കാനും അവരുടെ ചടങ്ങുകൾക്ക് കാര്യസ്ഥനായിട്ട് നിൽക്കാനും ആ മൂത്ത മകനായിരിക്കും. അവന് മാത്രമേ അച്ഛൻ്റെ സ്വത്തിന് അവകാശമുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് അച്ഛൻ്റെ സ്വത്തിന് അവകാശമില്ല, അമ്മ വീട്ടിൽ നിന്ന് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെല്ലാം അമ്മയുടെ കൂടെ അവരെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കും. ഈ മൂത്ത മകനെ മാത്രം അവരെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെയാണ് ഈ പൊതുവെ ഗോത്ര സമൂഹത്തിൽ കണ്ടുവരുന്നത്.